ശാലോമിൽ കൂടി. അമ്മ കിളി കൂട്ടിൽ വന്ന കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ്. സർവശക്തനായ ദൈവത്തിന്റെ പുത്രൻ മനുഷ്യരൂപമായി നമ്മുടെ ഇടയിൽ നമ്മോടൊത്ത് വസിക്കുന്ന ഈശോയുടെ പ്രബോധനങ്ങൾ അറിയിച്ച ലേഖനങ്ങൾ, അപ്പസ്തോല പ്രവർത്തനങ്ങൾ, വെളിപാട്, ഇതെല്ലാം ചേർന്ന നമ്മുടെ ബൈബിൾ. 60 ടീമുകളുമായി നമ്മൾ ആരംഭിച്ച ബൈബിൾ പഠനയാത്ര ആഴ്ചകളും മാസങ്ങളും 2 റൗണ്ടുകളും പിന്നിട്ടിരിക്കുന്നു. പിന്നിട്ട വഴികളിലെല്ലാം നല്ല വിതക്കാരന്റെ ഉപമയിലെ പോലെ നല്ല നിലത്ത് നമ്മൾ വചനമാകുന്ന വിത്ത് വിതച്ചു കഴിഞ്ഞു. അതിനി വളർന്ന് 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം പുറപ്പെടുവിക്കട്ടെ. 27 ടീമുകളുമായി നമ്മൾ ഇന്ന് 3ാം റൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ 3ാം റൗണ്ടിലെ ആദ്യ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഇന്നും നമുക്ക് നമ്മുടെ 3 ടീമുകളെ പരിചയപ്പെടേണ്ടതുണ്ട്. ഇവരൊക്കെ ഏത് ഇടവകയിൽ നിന്നാണ് എന്ന് നമുക്കറിയാം. ആദ്യമായി ടീം മിഖായേൽ. ദീപ ആനക്കാമ്പോയിൽ ഇടവകയിൽ നിന്നും വരുന്നു. ഷീജ ബിനു ആനക്കാമ്പോയിൽ ഇടവക. ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ഇവരുടെ കൂടെ ഒരു സപ്പോർട്ടിംഗ് ടീം ഉണ്ട്. ടീം മിഖായേലിനെയും അവരുടെ സപ്പോർട്ടിംഗ് ടീമിനെയും നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മുടെ രണ്ടാമത്തെ ടീമിനെ പരിചയപ്പെടാം. ടീം റാഫേൽ. ബിജി കരികണ്ടൻപാറ ഇടവക. ഷീന കരികണ്ടൻപാറ ഇടവക. ഇവരെ സപ്പോർട്ട് ചെയ്യാനും ഇവരുടെ കൂടെ ഒരു സപ്പോർട്ടിംഗ് ടീം ഉണ്ട്. ടീം റാഫേലിനെയും അവരുടെ സപ്പോർട്ടിംഗ് ടീമിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മുടെ മൂന്നാമത്തെ ടീമിനെ പരിചയപ്പെടാം. ടീം ഗബ്രിയേൽ. ഷൈനി സെന്റ് ആന്റണീസ് ചർച്ച് ചക്കിട്ടപ്പാറ. ജോബി ചിന്താർമണിയിൽ സെന്റ് ആന്റണീസ് ചർച്ച് ചക്കിട്ടപ്പാറ. ടീം ഗബ്രിയേലിനെയും അവരുടെ സപ്പോർട്ടിംഗ് ടീമിനെയും കൂടി നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ 3ാം റൗണ്ടിലെ ആദ്യ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുൻപായി നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ക്വിസ് മാസ്റ്ററിനെ സ്വാഗതം ചെയ്യേണ്ടതുണ്ട്. പ്രിയപ്പെട്ട അജിയച്ചനെ ഏറ്റവും സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒന്നും രണ്ടും റൗണ്ടുകൾ വിജയകരമായി പൂർത്തിയാക്കി 3ാം റൗണ്ടിൽ മാറ്റുരയ്ക്കാൻ വന്നിരിക്കുന്ന 3 ടീമുകൾക്കും ഏറ്റവും ഹൃദ്യമായ സ്വാഗതവും അഭിനന്ദനങ്ങളും. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ 1ാം റൗണ്ട് വചനം തിരുവചനം റൗണ്ട്. ഓരോ ടീമിനോടും ഓരോ ചോദ്യങ്ങൾ. ശരിയായ ഉത്തരത്തിന് 30 മാർക്കുകൾ. നിങ്ങൾക്ക് ശരിയായ ഉത്തരം പറയാൻ സാധിച്ചില്ലെങ്കിൽ സപ്പോർട്ടിംഗ് ടീമിന് ശരിയായ ഉത്തരം പറഞ്ഞാൽ 20 മാർക്കുകൾ ലഭിക്കുന്നതാണ്. ഈ റൗണ്ടിൽ പാസിംഗ് ഉണ്ടായിരിക്കുന്നതല്ല. ഓരോ ചോദ്യത്തിനും 3 ഓപ്ഷൻസ് സ്ക്രീനിൽ തെളിയുന്നതാണ്. ശരിയായ ഓപ്ഷൻ 30 സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ ഉത്തരം പറയാൻ ശ്രദ്ധിക്കേണ്ടതാണ്. സമയം കഴിഞ്ഞു പോയാൽ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുന്നതല്ല. വചനം തിരുവചനം റൗണ്ടിലെ ആദ്യ ചോദ്യം ടീം മിഖായേലിനോട്. ചോദ്യം ശ്രദ്ധിക്കുക. ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താമെന്ന് യേശു പറഞ്ഞപ്പോൾ ശതാധിപന്റെ മറുപടി എന്തായിരുന്നു? നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ഭൃത്യൻ സുഖപ്പെടും. അങ്ങ് ഒരു വാക്ക് ഉച്ചരിക്കുക, എന്റെ ഭൃത്യൻ സുഖപ്പെടും. 3, അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി,
എൻ്റെ ഭൃത്യൻ എഴുന്നേൽക്കും. ശരിയായ ഓപ്ഷൻ പറയും. ഓപ്ഷൻ എ. നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെടും. സുഖപ്പെടും. ശരിയായ ഉത്തരമാണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ടീം മിഖേലിന് 30 പോയിന്റുകൾ ലഭിക്കുന്നു. അടുത്ത ചോദ്യം ടീം റാഫേലിനോടാണ്. ചോദ്യം ശ്രദ്ധിക്കുക. അനന്തരം അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു. പറഞ്ഞത് എന്ത്? നിന്റെ ശയ്യയും എടുത്ത് വീട്ടിലേക്ക് പോവുക. എഴുന്നേറ്റ് നിന്റെ ശയ്യയും എടുത്ത് വീട്ടിലേക്ക് പോവുക. 3, മകനെ ധൈര്യമായിരിക്കുക. നിന്റെ ശയ്യയും എടുത്ത് വീട്ടിലേക്ക് പോവുക. ശരിയായ ഉത്തരം ഏത്? ഓപ്ഷൻ ബി, എഴുന്നേറ്റ് നിന്റെ ശയ്യയും എടുത്ത് വീട്ടിലേക്ക് പോവുക. ഓപ്ഷൻ ബി ശരിയായ ഉത്തരമാണ്. എഴുന്നേറ്റ് നിന്റെ ശയ്യയും എടുത്ത് വീട്ടിലേക്ക് പോവുക. ടീം റാഫേലിനും 30 പോയിന്റുകൾ ലഭിക്കുന്നു. അടുത്ത ചോദ്യം ടീം ഗബ്രിയലിനോടാണ്. ടീം ഗബ്രിയൽ ശ്രദ്ധിക്കുക. ചോദ്യം: നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്തുകൊണ്ട്? ഫരിസേയരുടെ ഈ ചോദ്യത്തിന് യേശുവിന്റെ മറുപടി എന്തായിരുന്നു? ഓപ്ഷൻസ്: രോഗികൾക്കാണ്, ആരോഗ്യമുള്ളവർക്കല്ല വൈദ്യനെ കൊണ്ട് ആവശ്യം. ബി, ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. സി, വൈദ്യനെ കൊണ്ട് ആവശ്യം, രോഗികൾക്കാണ്, ആരോഗ്യമുള്ളവർക്കല്ല. ശരിയായ ഓപ്ഷൻ ഏത്? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. അറിഷുവ ഉത്തരം ശരിയാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. 3-ാം റൗണ്ടിലെ പ്രഥമ റൗണ്ട് വചനം തിരുവചനം റൗണ്ട്. സപ്പോർട്ടിംഗ് ടീമിന്റെ സഹായം പോലും ആവശ്യമില്ലാതെ 3 ടീമുകളും ശരിയായ ഉത്തരം പറഞ്ഞ് 30 മാർക്കുകൾ വീതം നേടിയിരിക്കുകയാണ്. 3 ടീമുകൾക്ക് ലഭിച്ചിരിക്കുന്ന സ്കോർ എത്രയാണെന്ന് അറിയേണ്ടതുണ്ട്. ജോസ്മിയിലേക്ക്. ആദ്യ റൗണ്ട് പൂർത്തിയാകുമ്പോൾ 3 ടീമുകളും ഒരേ പോയിന്റ് തന്നെയാണ് നേടിയിരിക്കുന്നത്, 30 പോയിന്റ്സ്. 2-ാം റൗണ്ട് വിഷ്വൽ റൗണ്ട്. ഓരോ ടീമിനോടും 3 ചോദ്യങ്ങൾ. ഓരോ ശരി ഉത്തരത്തിനും 10 മാർക്കുകൾ വീതം. വിഷ്വൽ ഏതാണ് എന്ന് കൃത്യമായി പറയുക. അതിനോടൊപ്പം ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ 10 മാർക്ക്. തുടർന്ന് 2 ചോദ്യങ്ങൾ കൂടി. അങ്ങനെ ആകെ 30 മാർക്കുകൾ നിങ്ങൾക്ക് ലഭിക്കും. തെറ്റായ ഉത്തരത്തിന് 5 മൈനസ് മാർക്കുകൾ ഉണ്ട്, ശ്രദ്ധിക്കണം. എങ്കിലും നിങ്ങളുടെ സപ്പോർട്ടിംഗ് ടീം ശരിയായ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് ലഭിച്ച മൈനസ് മാർക്കുകൾ ഒഴിവാക്കി നൽകുന്നതാണ്. അതുകൊണ്ട് ശരിയായ ഉത്തരം പറയുവാൻ ടീമുകൾ ശ്രദ്ധിക്കുക. ടീമുകൾ തെറ്റായ ഉത്തരം പറഞ്ഞു പോയി എങ്കിൽ കൂടി ശരിയായ ഉത്തരം പറഞ്ഞ് അവരെ രക്ഷപ്പെടുത്താൻ സപ്പോർട്ടിംഗ് ടീമും പ്രത്യേകം ശ്രദ്ധിക്കുക. വിഷ്വൽ ശ്രദ്ധിക്കുക. Hallowed be your name. Your kingdom come. Your will be done on earth as it is in heaven. Give us today our bread. Our Father who art in heaven, hallowed be your name. Your kingdom come. Your will be done on earth. Give us today our daily bread, and forgive us our debts as we have also forgiven our debtors, and lead us not into temptation. Your will be done on earth as it is in heaven. Give us today. യെസ്, നിങ്ങൾ ശ്രദ്ധിച്ച വിഷ്വൽ അടയാളപ്പെടുത്തുന്ന വിശുദ്ധ ഗ്രന്ഥ ഭാഗം പുസ്തകമേത്, അധ്യായമേത്? അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം. ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് 10 മാർക്കുകൾ ലഭിക്കുന്നു. അടുത്ത ചോദ്യം: ഏതൊക്കെ ദേശങ്ങളിൽ നിന്നുള്ളവരാണ് അപ്പസ്തോലന്മാർ താന്താങ്ങളുടെ ഭാഷകളിൽ സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെട്ടത്?
കുറേ എണ്ണമുണ്ട്. ശരിയായ ഓപ്ഷൻ തെരഞ്ഞെടുത്ത് പറയുക. ക്രേത്യർ, അറേബ്യർ, പാർത്തിയക്കാർ. ഓപ്ഷൻ എ. ഓപ്ഷൻ ബി പാർത്തിയക്കാർ, മേദിയക്കാർ, സിറിയക്കാർ. ഓപ്ഷൻ സി അറേബ്യർ, തുർക്കികൾ, ക്രേത്യർ. ശരിയായ ഓപ്ഷൻ ഏത്? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. അതെ. ഓപ്ഷൻ ബി നിങ്ങളുടെ ഉത്തരം തെറ്റാണ്. നിങ്ങളുടെ സപ്പോർട്ടിംഗ് ടീമിലേക്ക് പോകുന്നു. റാഫേൽ ടീമിന്റെ സപ്പോർട്ടിംഗ് ടീമിന് ശരിയായ ഉത്തരം പറയാവുന്നതാണ്. ഓപ്ഷൻ എ. ഉത്തരം ശരിയാണ്. ഓപ്ഷൻ എ ആണ്. ക്രേത്യർ, അറേബ്യർ, പാർത്തിയക്കാർ. ഓപ്ഷൻ ബിയിൽ സിറിയക്കാർ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഓപ്ഷൻ സിയിലുള്ള തുർക്കികൾ അന്ന് അവിടെ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ടീം റാഫേലിന് ലഭിച്ച 5 മൈനസ് മാർക്കുകൾ സപ്പോർട്ടിംഗ് ടീം ശരിയായ ഉത്തരം പറഞ്ഞതുകൊണ്ട് ഒഴിവാക്കിയിരിക്കുന്നു. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക്. രണ്ടാം അധ്യായം 17 മുതൽ 21 വരെ 17 മുതൽ 21 വരെ ജോയൽ പ്രവാചകന്റെ പ്രവചനമാണ് സൂചിതം. ഈ അവസാന നാളുകളിൽ നിങ്ങളുടെ വൃത്തന്മാർ സ്വപ്നങ്ങൾ കാണും എന്നൊക്കെ പറയുന്ന ആ പ്രവചന ഭാഗം ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ അധ്യായം, വാക്യം എന്നിവ സൂചിപ്പിക്കുക. ഓപ്ഷൻസ് തരാം, ശ്രദ്ധിക്കുക. എ. ജോയൽ 2-ാം അധ്യായം 28 മുതൽ 33 വരെ. ബി. ജോയൽ 3-ാം അധ്യായം 28 മുതൽ 32 വരെ. സി. ജോയൽ 2-ാം അധ്യായം 28 മുതൽ 32 വരെ. ഓപ്ഷൻ സി. ഓപ്ഷൻ സി. സി. ഓപ്ഷൻ സി ശരിയായ ഉത്തരമാണ്. ടീം റാഫേലിന് 10 പോയിന്റുകൾ കൂടി ലഭിക്കുന്നു. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം ഗബ്രിയേലിനോടാണ്. ടീം ഗബ്രിയേൽ, വിഷ്വൽ ശ്രദ്ധിക്കുക. Holmes? Anything to give? Holmes? Look on us. Silver and gold have I none, but such as I have give I thee. In the name of Jesus Christ of Nazareth, rise up and walk. യെസ്, ഏതാണ് ആ സംഭവം? ഏത് അധ്യായം, ഏത് പുസ്തകം? അപ്പസ്തോല പ്രവർത്തനങ്ങൾ 3-ാം അധ്യായം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 3-ാം അധ്യായം. ടീം ഗബ്രിയേലിന്റെ ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് 10 മാർക്കുകൾ ലഭിക്കുന്നു. 10 മാർക്കുകൾ. രണ്ടാമത്തെ ചോദ്യം, ജെറുസലം ദേവാലയത്തിന്റെ ഏത് കവാടത്തിൽ വെച്ചാണ്, അല്ലെങ്കിൽ ഏത് കവാടത്തിന് മുമ്പിൽ വെച്ചാണ് ഈ മുടന്തനെ പത്രോസ് സൗഖ്യപ്പെടുത്തുന്നു? കവാടത്തിന്റെ പേര് പറയും. സുന്ദര കവാടം. സുന്ദര കവാടം ശരിയായ ഉത്തരമാണ്. ശരിയായ ഉത്തരം. യെസ്, അവിടെ പത്രോസ് മുടന്തനോട് പറയുന്ന ഒരു തിരുവചനമുണ്ട്. ഏതാണത്? ഓപ്ഷൻസ്. എ. വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. സ്വർണമോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് തരുന്നു. സി. എൻ്റെ കയ്യിൽ സ്വർണമോ വെള്ളിയോ ഇല്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. സി. ഓപ്ഷൻ സി. സി. ഓപ്ഷൻ സി തെറ്റാണ്.
സപ്പോർട്ടിംഗ് ടീമിലേക്ക് വരുന്നു. വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിൽ എനിക്കുള്ളത് ഞാൻ നിനക്ക് തരും. ഓപ്ഷൻ ഏതാണ്? ഏത് ഓപ്ഷൻ? ഏ ഓപ്ഷൻ എ ശരിയായ ഉത്തരമാണ്. ശരിയായ ഉത്തരം. ടീം ഗബ്രിയേൽ അവരുടെ ടീമിൽ ലഭിച്ച 5 മൈനസ് പോയിന്റുകൾ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ടീം ഗബ്രിയേലിന് 20 പോയിന്റുകൾ ഈ റൗണ്ടിൽ നിന്ന് ലഭിക്കുന്നു. അടുത്ത ചോദ്യം ടീം മിഖായലിനോട്. ശ്രദ്ധിക്കുക. Forgive me, I want to believe. I truly do. I just think we should try to be cautious. What's in your heart, Ananias, to make you lie to the Holy Spirit? What? You've kept for yourself some of the money from the sale of your house. What made you think of doing such a thing? This is absurd. You've lied. Not just to us, but to God. ഓക്കെ, നിങ്ങൾക്ക് ഈ വിഷ്വല് മനസ്സിലായിട്ടുണ്ടാകും. ഏത് ഭാഗമാണ് ഈ രംഗം അടയാളപ്പെടുത്തുന്നത്? അപ്പസ്തോല പ്രവർത്തനങ്ങൾ 5-ാം അധ്യായം. എന്താണ് സംഭവം? സംഭവം പറയും. സഫീറയും അനന്യാസും. സഫീറായും അനന്യാസും. അനന്യാസും 2 പേര്, ദമ്പതികളുടെ പേര്. അവര് അപ്പസ്തോലന്മാരെ വന്ന് കാണുന്നു. അവരുടെ കാൽക്കൽ തങ്ങളുടെ പറമ്പ് വിറ്റ് കിട്ടിയ സമ്പത്ത് കാഴ്ചവെക്കുന്നു. എന്നാൽ അവർ കള്ളമാണ് പറഞ്ഞത്. ഒരു ഭാഗം ഭാര്യയുടെ അറിവോടെ മാറ്റിവെച്ചിരുന്നു. അതാണ് അനന്യാസും സഫീറയുടെയും കഥ. 10 മാർക്കുകൾ നിങ്ങൾക്ക് ലഭിക്കും. ടീം മിഖായലിനോടുള്ള രണ്ടാമത്തെ ചോദ്യം, വിഷ്വൽ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം. ശ്രദ്ധിക്കുക. അനന്യാസിന്റെ മരണത്തിന് ശേഷം എത്ര മണിക്കൂർ കഴിഞ്ഞാണ് സഫീറ പത്രോസിന്റെ മുമ്പിൽ വരുന്നത്? ഏകദേശം 3.5 മണിക്കൂർ കഴിഞ്ഞു. ഓപ്ഷൻ ബി ഏകദേശം 3 മണിക്കൂർ. ഓപ്ഷൻ സി സമയം കൃത്യമായി സൂചിപ്പിക്കുന്നില്ല. ഓപ്ഷൻ ബി ഏകദേശം 3 മണിക്കൂർ. ശരിയായ ഉത്തരമാണ്. ശരിയായ ഉത്തരമാണ്. ടീം മിഖായലിന് 10 പോയിന്റുകൾ കൂടി ലഭിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം. ഈ സംഭവം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ തൊട്ടു മുമ്പ് നമ്മൾ കണ്ട ഈ ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്ന വചന ഭാഗം. എ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 5-ാം അധ്യായം 1 മുതൽ 10 വരെ, 5-ാം അധ്യായം 1 മുതൽ 11 വരെ, 5-ാം അധ്യായം 1 മുതൽ 13 വരെ. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ശരിയായ ഉത്തരമാണ്. ശരിയായ ഉത്തരമാണ്. 3 ചോദ്യങ്ങൾക്കും ടീം മിഖായൽ ശരിയായ ഉത്തരമാണ് നൽകിയിരിക്കുന്നത്. ഈ റൗണ്ടിലെ 30 പോയിന്റുകളും ടീം മിഖായലിന് ലഭിക്കുന്നു. അഭിനന്ദനം. 2 റൗണ്ടുകൾ പൂർത്തിയായിരിക്കുന്നു. വചനം തിരുവചനം റൗണ്ടും വിഷ്വൽ റൗണ്ടും. ഇപ്പോൾ ഓരോ ടീമിനും കിട്ടിയ പോയിന്റുകൾ എത്രയാണ് എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. ജോസ്മിയിലേക്ക്. ജോസ്മി. ടീം മിഖായേൽ 60 പോയിന്റ്സ്. ടീം റാഫേലിന് ലഭിച്ചിരിക്കുന്നത് 50 പോയിന്റ്സ്. ടീം ഗബ്രിയേൽ 50 പോയിന്റ്സ്. 2 റൗണ്ടുകൾ പൂർത്തിയായിരിക്കുന്നു. 3-ാം റൗണ്ട് റാപ്പിഡ് റൗണ്ട്. ഓരോ ടീമിനും 1 മിനിറ്റ് നൽകുന്നതാണ്. ഓരോ ശരിയായ ഉത്തരത്തിനും 5 മാർക്കുകൾ വീതം. 1 മിനിറ്റിനുള്ളിൽ എത്ര ചോദ്യങ്ങൾക്ക് വേണമെങ്കിലും ടീമിന് ഉത്തരം പറയാവുന്നതാണ്. ആദ്യ ചോദ്യം ടീം ഗബ്രിയേലിനോട്. ശ്രദ്ധിക്കുക. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. കൊറിന്ത്യൻകാർക്ക് എഴുതിയ 1-ാം ലേഖനം എത്രാമത്തെ പ്രേക്ഷിത യാത്രയിലാണ് പൗലോസ് എഴുതിയത്? 3-ാം പ്രേക്ഷിത യാത്രയിൽ. ശരിയായ ഉത്തരം. കൊറിന്ത്യൻകാർക്ക് എഴുതിയ 1-ാം ലേഖനം എഴുതിയ കാലഘട്ടം ഏത്? AD 70. തെറ്റായ ഉത്തരമാണ്. ആദ്യ ലേഖനം കൊറിന്ത്യൻകാരുടെ ഇടയിൽ എന്ത് പ്രതികരണമാണ് ജനിപ്പിച്ചത്?
അസ്വസ്ഥതയുളവാക്കിയവർ. ശരിയായ ഉത്തരമാണ്. എത്രാമത്തെ പ്രേക്ഷിത യാത്രയിലാണ് വിശുദ്ധ പൗലോസ്ലീഹ കോറിന്തോസ് സന്ദർശിച്ചത്? 2-ാം പ്രേക്ഷിതയാത്ര. ശരിയായ ഉത്തരമാണ്. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം എങ്ങനെ ആയിരിക്കും? ഭോഷത്വമായിരിക്കും. ശരിയായ ഉത്തരമാണ്. യാക്കോബിൻ ലേഖനം എഴുതപ്പെട്ടതെന്ന് വിശ്വസിക്കുന്ന കാലഘട്ടം? AD 60. സമയം കഴിഞ്ഞിരിക്കുന്നു. 5 ചോദ്യങ്ങൾക്കാണ് നിങ്ങൾ ഉത്തരം പറയാൻ ശ്രമിച്ചത്. അതിൽ 4 ഉത്തരങ്ങൾ ശരിയായിരിക്കുന്നു. തെറ്റിപ്പോയ ഉത്തരം കോറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം എഴുതിയ കാലഘട്ടം AD 57 ആരംഭത്തിലാണ്. നിങ്ങൾക്ക് ആ തെറ്റിപ്പോയി. ബാക്കി ചോദ്യങ്ങൾക്ക് നിങ്ങൾ ശരിയായ ഉത്തരം പറഞ്ഞു. 6-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. നിങ്ങൾക്ക് 20 മാർക്കുകൾ ലഭിക്കും. റാപ്പിഡ് റൗണ്ടിലെ 2-ാമത്തെ ചോദ്യം ടീം മിഖായലിനോടാണ്. ശ്രദ്ധിക്കുക. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ആരെ ഉദ്ദേശിച്ചാണ് യാക്കോബിന്റെ ലേഖനം എഴുതപ്പെട്ടത്? വിജാതീയരുടെ ഇടയിലെ ചിതറിപ്പാർത്ത 12 ഗോത്രങ്ങൾക്ക് വേണ്ടി. ഉത്തരം പൂർണ്ണമായില്ല. യാക്കോബിന്റെ ലേഖനത്തിൽ രോഗി ലേപനത്തെക്കുറിച്ചുള്ള പരാമർശം എത്രാം അധ്യായത്തിൽ? 5-ാം അധ്യായത്തിൽ. ശരിയായ ഉത്തരമാണ്. പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ പൂരിപ്പിക്കുക. നിർജീവമാണ്. ശരിയായ ഉത്തരമാണ്. ലോകത്തിന്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ദൈവത്തിന്റെ പൂരിപ്പിക്കുക. ശത്രുവാക്കണം. ശരിയായ ഉത്തരമാണ്. ഏത് കാലം മുതലാണ് അപ്പോകലിപ്റ്റിക് സാഹിത്യ രൂപം യഹൂദരുടെ ഇടയിൽ വളർന്നത്? അറിയില്ല. ഏഷ്യ മൈനറിൽ എത്ര ക്രൈസ്തവ സമൂഹങ്ങൾ ഉണ്ടായിരുന്നു? പാസ്. മരണം വരെ വിശ്വസ്തനായിരിക്കുക, ജീവന്റെ കിരീടം നിനക്ക് ഞാൻ നൽകും. ഏത് സഭയുടെ ദൂതനോടാണ് ഇപ്രകാരം പറയപ്പെട്ടത്? ഏതാണ്? സ്മിർനായിലെ സഭയുടെ ദൂതൻ. ശരിയായ ഉത്തരമാണ്. നീ എവിടെ വസിക്കുന്നു എന്ന് എനിക്കറിയാം, സാത്താന്റെ സിംഹാസനം ഉള്ളിടത്ത് തന്നെ. ഏത് സഭയുടെ? പെർഗാമോസിലെ സഭയിലേക്ക്. സമയം കഴിഞ്ഞിരിക്കുന്നു. ടീം മിഖായേൽ 7 ചോദ്യങ്ങൾ നേരിട്ടു. 7-ൽ 1 ചോദ്യത്തിന്റെ ഉത്തരം തെറ്റിപ്പോയി. 2 നിങ്ങൾ പാസ് ചെയ്തു. ആദ്യ ചോദ്യം, നിങ്ങൾ തെറ്റിച്ച ചോദ്യം ഇതാണ്: ആരെ ഉദ്ദേശിച്ചാണ് യാക്കോബിന്റെ ലേഖനം എഴുതപ്പെട്ടത്? ആമുഖത്തിൽ നൽകിയിരിക്കുന്ന ഉത്തരം ഇപ്രകാരമാണ്: ചിതറിപ്പാർത്തിരുന്ന യഹൂദ ക്രിസ്ത്യാനികളെ ഉദ്ദേശിച്ച്. യഹൂദ ക്രിസ്ത്യാനികളെ ഉദ്ദേശിച്ച് എന്ന് തന്നെയാണ് ആമുഖത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 4 ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം നിങ്ങൾ പറഞ്ഞു. അവസാനത്തെ ഉത്തരം ചോദ്യം പൂർത്തിയാക്കുന്നതിന് മുമ്പേ സമയം കഴിഞ്ഞു. നിങ്ങൾക്ക് 20 മാർക്കുകൾ ലഭിക്കുന്നു. അഭിനന്ദനം. ടീം റാഫേലിനോടാണ് അടുത്ത ചോദ്യം. ശ്രദ്ധിക്കുക. 1-ാം വത്തിക്കാൻ കൗൺസിൽ വിളിച്ചുകൂട്ടിയ മാർപ്പാപ്പ ആര്? 2-ാം വത്തിക്കാൻ കൗൺസിൽ പൂർത്തിയാക്കിയ മാർപ്പാപ്പ ആര്? പോൾ ആറാമൻ. ശരിയായ ഉത്തരം 1-ാം വത്തിക്കാൻ കൗൺസിൽ നടന്ന കാലഘട്ടം? പാസ്. 2-ാം വത്തിക്കാൻ കൗൺസിലിന്റെ കാലഘട്ടം? 1962-65. ശരിയായ ഉത്തരമാണ്. 5-ാം ലാറ്ററൻ കൗൺസിൽ പൂർത്തിയാക്കിയ മാർപ്പാപ്പ ആര്? മാർ. തെറ്റായ ഉത്തരമാണ്. ട്രെന്തോസ് സൂനകദോസ് എത്രാമത്തെ പൊതു സൂനകദോസാണ്? 19. ശരിയായ ഉത്തരമാണ്. അമേരിക്കയിൽ എവിടെ വെച്ചാണ് സീറോ മലബാർ സഭയുടെ നാഷണൽ കൺവെൻഷൻ നടന്നത്? വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം ഏത്? ഓഗസ്റ്റ് 4. ശരിയായ ഉത്തരമാണ്. മരിയ വിയാനി ടൈമിസ. 4 ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം പറഞ്ഞു. 1 ഉത്തരം തെറ്റിച്ച് പറയുകയുണ്ടായി. 5-ാം ലാറ്ററൻ കൗൺസിൽ പൂർത്തിയാക്കിയ മാർപ്പാപ്പ ലിയോ 10-ാമൻ മാർപ്പാപ്പയാണ്. തെറ്റായ ഉത്തരമാണ് പറഞ്ഞത്. 4 എണ്ണത്തിനാണ് നിങ്ങൾ ശരി ഉത്തരം പറഞ്ഞിരിക്കുന്നത്. 20 മാർക്കുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. അഭിനന്ദനം. 3 റൗണ്ടുകൾ പൂർത്തിയായിരിക്കുന്നു. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിൽ 3 റൗണ്ടുകൾ പൂർത്തിയായപ്പോൾ ഓരോ ടീമിനും ലഭിച്ച പോയിന്റുകൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ജോസ്മിയിലേക്ക്. ടീം മിഖായേൽ 80 പോയിന്റ്സ്, ടീം റാഫേൽ 70 പോയിന്റ്സ്,
ഗബ്രിയേൽ 70 പോയിന്റ്സ്. നാലാം റൗണ്ട് സപ്പോർട്ടേഴ്സ് റൗണ്ട്. സപ്പോർട്ടേഴ്സ് റൗണ്ടിൽ ചെറിയ മാറ്റങ്ങൾ. ക്വിസ് മാസ്റ്റർ തന്റെ ദൗത്യം ഈ റൗണ്ടിൽ ടീം അംഗങ്ങൾക്ക് കൈമാറുകയാണ്. സപ്പോർട്ടേഴ്സ് റൗണ്ടിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഓരോ ടീമുമാണ്. ഒരു ടീം തൊട്ടടുത്ത സപ്പോർട്ടിംഗ് ടീമിനോട് ചോദ്യം ചോദിക്കും. ശരിയായ ഉത്തരം സപ്പോർട്ടിംഗ് ടീം പറഞ്ഞാൽ 15 മാർക്കുകൾ ലഭിക്കുന്നതാണ്. ഉത്തരം തെറ്റിപ്പോയാൽ ചോദിക്കുന്ന ടീമിന് 10 പോയിന്റുകൾ. ഈ റൗണ്ടിന്റെ പ്രത്യേകതയാണത്, ശ്രദ്ധിക്കുക. ഓരോ ടീമിനും മറ്റൊരു സപ്പോർട്ടിംഗ് ടീമിനോട് 2 ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമുണ്ട്. 2 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ ആ ടീമിന് 30 മാർക്കുകൾ ലഭിക്കും. ഉത്തരം തെറ്റിപ്പോയാൽ തെറ്റിപ്പോകുന്ന ആ ചോദ്യങ്ങൾക്ക് 10 മാർക്കുകൾ വീതം ചോദ്യം ചോദിക്കുന്ന ടീമിന് ലഭിക്കുന്നതാണ്. ശ്രദ്ധിക്കുക. സപ്പോർട്ടിംഗ് ടീമിലേക്ക് ചോദ്യങ്ങൾ വരും. ടീം മിഖായലിൻ്റെ സപ്പോർട്ടിംഗ് ടീമിനോട് എൻ്റെ ഒരു ചോദ്യം. നിങ്ങൾ ഈ പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന് വേണ്ടി മാസങ്ങളായിട്ട് ഒരുങ്ങുകയാണ്. ഈ കാലഘട്ടത്തിൽ ഉണ്ടായ ഏതെങ്കിലും ഒരു ദൈവാനുഭവം, വചനം പഠിച്ചപ്പോൾ ഉണ്ടായ ഏതെങ്കിലും ഒരു കൊച്ചു ദൈവാനുഭവം ഒന്ന് പങ്കുവെക്കാം. ഞങ്ങളെല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ വന്നിരുന്നാണ് പഠിക്കാറുള്ളത്. ഒരു പ്രാവശ്യം ഞങ്ങൾ പഠിക്കാനായിട്ട് പോയി നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ബസ് കിട്ടാതെ വന്നു. ബസ് കിട്ടാതെ ഇരുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്ന പറഞ്ഞ സമയത്ത് എത്തിച്ചേരാൻ പറ്റാതെ വന്നപ്പോൾ ഞങ്ങൾക്കൊരു ആകെ വിഷമമുണ്ടായി. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഈ സമയത്ത് ഏതെങ്കിലും ഒരു വണ്ടി ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് എത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് ഒരു കാർ വന്നു, ഞങ്ങൾക്ക് അവിടെ എത്തിച്ചേരാൻ സാധിച്ചു. അത് വലിയൊരു അനുഭവമായിട്ട് ഞങ്ങൾ കരുതുന്നു. ശരിയാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഉത്തരം തന്നു. നമ്മുടെ ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവമാണ് എന്നുള്ള ഒരു അനുഭവമാണ് നിങ്ങൾക്കുണ്ടായത്. ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീമിലേക്ക് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ദൈവവചനത്തോട് ചേർന്ന് നിൽക്കുകയായിരുന്നു. നിങ്ങൾ വചനം പഠിക്കുകയായിരുന്നു. മത്സരത്തിന് വേണ്ടി മാത്രമല്ല, ജീവിതത്തിൻ്റെ ഭാഗമാകുന്നതിന് വേണ്ടിയും നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വളർന്ന് ഫലം പുറപ്പെടുവിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ദൈവാനുഭവം ഈ കാലഘട്ടത്തിനിടയ്ക്ക് പങ്കുവെക്കാനുണ്ടോ? പറയും. കഴിഞ്ഞ റൗണ്ടിൽ ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടി. ഒരു അനുഭവമായിരുന്നു. തീർച്ചയായിട്ടും. യെസ്. അപ്പോൾ സന്തോഷമായി. നിങ്ങളുടെ പരിശ്രമത്തിന് ദൈവം ഫലം നൽകി. ടീം ഗബ്രിയേലിന്റെ സപ്പോർട്ടിംഗ് ടീമിലേക്ക് എന്ത് ദൈവാനുഭവമാണ് ഈ കഴിഞ്ഞ കാലഘട്ടത്തിനിടയ്ക്ക്, പ്രത്യേകിച്ച് ഈ വചനം പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടായ ഒരു ദൈവാനുഭവം ഒന്ന് പങ്കുവെക്കാമോ? ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. എൻ്റെ മോള് 11 വർഷമായി 2 കിഡ്നി നഷ്ടപ്പെട്ട ഒരാളാണ്. ഇപ്പോൾ 4 വർഷത്തോളമായി ഇപ്പോൾ ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആഴ്ചയിൽ 3 ദിവസം വെച്ച് ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോഴാണ് കഴിഞ്ഞ നവംബർ മാസം മോള് ഗർഭിണിയായി. ഡോക്ടർമാരെല്ലാം പറഞ്ഞു ഇനി ഒരിക്കലും മോള് ഗർഭം ധരിക്കാൻ പാടില്ല, അങ്ങനെ സംഭവിച്ചാൽ അമ്മ മരണപ്പെട്ടു പോകുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് മോള് ഗർഭിണിയാകുന്നത്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് വിഷമമായി. എന്ത് ചെയ്യണമെന്ന് ഇപ്പം കുഞ്ഞിനെ അബോർഷൻ ചെയ്ത് കളയണമെന്ന് ഡോക്ടർമാർ ആവശ്യപ്പെട്ടു. അപ്പം ഞങ്ങളാരും അതിന് സമ്മതിച്ചില്ല. ദൈവം ഒരു കുഞ്ഞിനെ തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ മധ്യത്തിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് എന്ന് പറഞ്ഞ് മോളെ ഞാൻ ബലപ്പെടുത്തി. അപ്പം കല്ലോടായിരുന്നു ഡയാലിസ് ചെയ്തുകൊണ്ടിരുന്ന. ഡോക്ടർമാർ പറഞ്ഞു അബോർഷൻ ചെയ്ത് കളയാൻ നിങ്ങൾ സമ്മതിക്കുക, അല്ലെങ്കിൽ ഇവിടുന്ന് ഇനിയും ഡയാലിസ് ഒഴിവാക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്കത് സാധ്യമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ കോഴിക്കോടേക്ക് പോയി. കോഴിക്കോട് പോയി ഇക്ര ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു. എപ്പോഴും ഡോക്ടർമാരുള്ള ഒരു സ്ഥലത്ത് മാത്രമേ ഇനി മോളെ ഡയാലിസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കോഴിക്കോട് ഇക്രയിൽ കൊണ്ടുപോയി ആദ്യത്തെ ദിവസം തന്നെ ഒരുപാട് ടെസ്റ്റുകൾക്ക് അവർ എഴുതി തന്നപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ആകെ 2000 രൂപയും കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ 3-ാം നിലയിൽ നിന്നാണ് ഡോക്ടർ ഇത് എഴുതി തരുന്നത്. 1-ാം നിലയിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്ത് വരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 1-ാം നിലയിൽ ചെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടുപോയി കൊടുത്തു. ആ ടെസ്റ്റിനകത്ത് ഡോക്ടർ എഴുതി വെച്ചിരുന്നു ഇവരോട് ടെസ്റ്റിൻ്റെ പൈസ ഒന്നും വാങ്ങിക്കരുതെന്ന്. ഞങ്ങളിതൊന്നും അറിയുന്നില്ല. അവർ ടെസ്റ്റ് എല്ലാം തിരിച്ചു മറിച്ചെല്ലാം നോക്കി കഴിഞ്ഞതിന് ശേഷം ചോദിച്ചു പൈസയുടെ കാര്യം വല്ലതും ഡോക്ടർ പറഞ്ഞോന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ടെസ്റ്റിൻ്റെ പൈസ ഒന്നും വാങ്ങിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറെ വിളിച്ച് ചോദിച്ചപ്പം പറഞ്ഞു ഞാൻ എൻ്റെ ശമ്പളത്തിൽ നിന്ന് പൈസ തന്നോളും, അവരോടൊരു പൈസ വാങ്ങിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 1784 രൂപ ടെസ്റ്റിൻ്റെ പൈസ തന്നെയായി. അവിടെ ഡോക്ടർമാരുടെ ഫീസ് 400 രൂപയായി. 2 ഡോക്ടർമാർക്ക് പരിശോധിക്കണമായിരുന്നു. അങ്ങനെ 400 രൂപ. അപ്പം ദൈവം മുന്നമേ തന്നെ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ടായിരുന്നു. ദൈവം അവിടെ വലിയ ശക്തമായിട്ടൊരു അത്ഭുതമാണ് പ്രവർത്തിച്ചത്. ആദ്യത്തെ ദിവസം തന്നെ ദൈവത്തിൻ്റെ ശക്തമായ പ്രവർത്തനം കാണാൻ സാധിച്ചു. അങ്ങനെ ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി കാണിച്ചു.
അവിടെ ചെന്നപ്പോഴും ഡോക്ടർമാർ ഒരുപാട് ചീത്ത ഞങ്ങളെ പറഞ്ഞു. കുഞ്ഞിനെ അബോർഷൻ ചെയ്ത് കളയണം, ഇല്ലെങ്കിൽ പിന്നെ അമ്മ നഷ്ടപ്പെട്ടു പോകും. അമ്മ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല. തന്നെയല്ല പിന്നെ കുഞ്ഞിന് അംഗവൈകല്യം സംഭവിക്കും. 3-4 മാസം കഴിയുമ്പോഴത്തേനും കുഞ്ഞ് തനിയെ അബോർഷനായി പോകും. അതുകൊണ്ട് നിങ്ങൾ ഉടൻ തന്നെ അത് പിന്നെ കുഞ്ഞിനെ അബോർഷൻ ചെയ്യാൻ സമ്മതിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അതിന് സമ്മതിച്ചില്ല. അപ്പം പറഞ്ഞു നിങ്ങളൊരു കത്ത് ഇത് എഴുതി തരണം, ഇവിടെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങളെ ചീത്തയൊന്നും പറയാതെ നിങ്ങൾ ഇവിടെ എഴുതി തരണം എന്ന് പറഞ്ഞു. അങ്ങനെ എഴുതി കൊടുത്തു. നിങ്ങൾ ഉത്തരവാദി ആയിരിക്കാമെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തതിന് ശേഷം അവിടെ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ എങ്ങനെയുണ്ട് മോൾക്ക്? ആഴ്ചയിൽ 6 ദിവസം 6 മണിക്കൂർ വെച്ച് ചെയ്തു. അങ്ങനെ ചെയ്തു 9 മാസം പൂർത്തിയാക്കിയോണ്ട് കുഞ്ഞിനെ, ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ ദൈവം നന്ദി പറയാം. വലിയൊരു അത്ഭുതമാണ് കർത്താവ് പ്രവർത്തിച്ചത്. തീർച്ചയായിട്ടും വലിയ ഒരു അത്ഭുതം തന്നെയാണ്. വൈദ്യശാസ്ത്രം പറ്റില്ല എന്ന് പറയുന്നിടത്ത് ദൈവത്തിന്റെ ശാസ്ത്രത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നുള്ള വലിയ സത്യമാണ് ഈ സംഭവത്തിലൂടെ, ഈ ദൈവാനുഭവത്തിലൂടെ, ഈ മഹാ അത്ഭുതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറയാം. ടീം മിഖായലാണ് ആദ്യത്തെ ചോദ്യം ചോദിക്കേണ്ടത്. ടീം മിഖായൽ ചോദിക്കേണ്ടത് ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീമിനോടാണ്. ചോദ്യം ചോദിക്കുക. ഒന്നാമത്തെ ചോദ്യം, സീറോ മലബാർ സഭ ശ്രേഷ്ഠ മെത്രാപ്പോലിത്തൻ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതെന്ന്. ചോദ്യം ഒരിക്കൽ കൂടി പറയാം. സീറോ മലബാർ സഭ ശ്രേഷ്ഠ മെത്രാപ്പോലിത്തൻ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതെന്ന്. ചോദ്യത്തിന് ഉത്തരം അറിയില്ല. അപ്പോൾ ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീമിന് 15 മാർക്കുകൾ നഷ്ടമാകുന്നു. അതേസമയം തന്നെ ടീം മിഖായലിന് 10 മാർക്കുകൾ ലഭിക്കുകയും ചെയ്യുന്നു. ശരി ഉത്തരം നിങ്ങൾക്ക് പറയാവുന്നതാണ്. 1992 ഡിസംബർ 16. യെസ്. രണ്ടാമത്തെ ചോദ്യം ചോദിക്കുക. പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി എന്താണ്? ചോദ്യം ഒന്നുകൂടെ ആവർത്തിച്ചേക്ക്. പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി എന്താണ്? സഹോദരങ്ങളോട് കരുണ. സഹോദരങ്ങളോട് കരുണ. തീർച്ചയായിട്ടും ഉത്തരം തെറ്റല്ല, പക്ഷെ ഇവിടുത്തെ ശരിയായ ഉത്തരമല്ല. കാരണം വിശുദ്ധ ഗ്രന്ഥത്തെ ആസ്പദമാക്കിയാണ് ഉത്തരം പറയേണ്ടത്. നിങ്ങളുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. ശരിയായ ഉത്തരം പറയും. അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക, ലോകത്തിന്റെ കളങ്കമേൽക്കാതെ തന്നെ കാത്തു സൂക്ഷിക്കുക. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 27-ാം തിരുവചനം. ടീം മിഖായലിന് ചോദ്യം ചോദിച്ച വകയിൽ 20 പോയിന്റുകൾ ലഭിച്ചിരിക്കുന്നു. ടീം മിഖായലിന് അഭിനന്ദനം. അടുത്ത ചോദ്യം ടീം റാഫേലാണ്. ടീം റാഫേൽ ചോദിക്കേണ്ടത് ടീം ഗബ്രിയേലിന്റെ സപ്പോർട്ടിംഗ് ടീമിനോടാണ്. ചോദിക്കുക. വിശുദ്ധ മത്തായിയുടെ വീക്ഷണത്തിൽ യേശുവിൻ്റെ പ്രബോധനങ്ങളുടെ പ്രമേയം എന്താണ്? ഒരിക്കൽ കൂടി ആവർത്തിക്കുക. വിശുദ്ധ മത്തായിയുടെ വീക്ഷണത്തിൽ യേശുവിൻ്റെ പ്രബോധനങ്ങളുടെ പ്രമേയം എന്താണ്? സ്വർഗരാജ്യം. കുറച്ചും കൂടി കൃത്യമായ ഉത്തരം പറയണം. യഹൂദ ജനത പ്രതീക്ഷിക്കുന്ന സ്വർഗരാജ്യമാണ്. യഹൂദ ജനത പ്രതീക്ഷിക്കുന്ന സ്വർഗരാജ്യം ശരിയായ ഉത്തരമാണ്. ടീം ഗബ്രിയേലിന്റെ സപ്പോർട്ടിംഗ് ടീമിന് 15 പോയിന്റുകൾ ലഭിക്കും. രണ്ടാമത്തെ ചോദ്യം. ഞായറാഴ്ച കുർബാന മധ്യേ ഹോമിലി നിർബന്ധമാക്കിയ കൗൺസിൽ ഏതാണ്? ഞായറാഴ്ച കുർബാന മധ്യേ ഹോമിലി എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച പ്രസംഗം, വൈദികന്റെ പ്രസംഗം, അതാണ് ഹോമിലി. പാസ്. ഉത്തരം അവർക്ക് അറിയില്ല. ശരിയായ ഉത്തരം പറയാവുന്നതാണ്. ട്രെന്തോസ് സൂനകദോസാണ് ശരിയായ ഉത്തരം. ടീം റാഫേലിന് 10 മാർക്കും ടീം ഗബ്രിയേലിന്റെ സപ്പോർട്ടിംഗ് ടീമിന് അല്ലെങ്കിൽ ടീം ഗബ്രിയേലിന് 15 മാർക്കും ലഭിക്കുന്നു. യെസ്. ടീം ഗബ്രിയേലിന് ടീം മിഖായലിന്റെ സപ്പോർട്ടിംഗ് ടീമിനോട് ചോദിക്കാവുന്നതാണ്. ചരിത്രത്തിൽ ആദ്യമായി മാതാവിൻ്റെ ദർശനം ലഭിച്ചത് ആർക്ക്, എവിടെ വെച്ച്? AD 431 റോമിൽ വെച്ച് ലിബേരിയസ് മാർപ്പാപ്പയ്ക്ക്. ഉത്തരം തെറ്റാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ പറഞ്ഞതിൽ ശരി ഉത്തരമുണ്ട്. റോമിൽ വെച്ച് ലിബേരിയസ് മാർപ്പാപ്പയ്ക്ക്. പക്ഷെ വർഷം AD 325.
AD 325 അത് പറഞ്ഞിരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് മാർക്ക് തരുന്നത് പരിഗണിക്കാമായിരുന്നു. അടുത്ത ചോദ്യത്തിലേക്ക്. അപ്പസ്തോല പ്രവർത്തനങ്ങൾക്ക് ആ പേര് നൽകപ്പെട്ടത് ഏത് പദത്തിൽ നിന്നാണ്? അതിൻ്റെ അർത്ഥമെന്ത്? ആക്സേസ് എന്ന ഒരു മഹാരഥൻ്റെ നേട്ടങ്ങൾ ചെയ്തികൾ എന്ന വാക്കിൽ നിന്നാണ്. ഒരിക്കൽ കൂടി പറയുക. പ്രാക്സേസ് എന്ന ഒരു മഹാരഥൻ്റെ നേട്ടങ്ങൾ ചെയ്തികൾ എന്ന വാക്കിൽ നിന്നാണ്. പ്രവൃത്തിയുടെ ഫലം. ഉത്തരം തെറ്റിപ്പോയി. അവസരം കഴിഞ്ഞിരിക്കുന്നു. ശരിയായ ഉത്തരം പറയാവുന്നതാണ്. ഗ്രീക്ക് ഭാഷയിലെ പ്രാക്സൈസ് എന്ന പദത്തിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം ഒരു മഹാരഥൻ്റെ എടുത്തു പറയത്തക്ക ചെയ്തികൾ, നേട്ടങ്ങൾ എന്നാണ്. യെസ്, ഇതാണ് ശരിയായ ഉത്തരം. അതായത് ഫ്രാക്സൈസ് എന്ന പദത്തിൽ നിന്ന്. ആ പദത്തിന്റെ അർത്ഥമാണെന്ത്? മഹാരഥന്റെ എടുത്തു പറയത്തക്ക ചെയ്തികളെന്ന്. പക്ഷെ പറഞ്ഞത് തെറ്റിച്ചാണ് പറഞ്ഞത്. ടീം ഗബ്രിയേലിന് ഈ റൗണ്ടിൽ 20 മാർക്കുകൾ ലഭിക്കുന്നു. നിങ്ങൾ ചോദിച്ച 2 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം പറയുവാനായിട്ട് ടീം മിക്കായലിൻ്റെ സപ്പോർട്ടിംഗ് ടീമിന് സാധിച്ചില്ല. അതുകൊണ്ട് ടീം ഗബ്രിയേലിന് 20 പോയിന്റുകൾ ലഭിക്കുന്നു. ഈ റൗണ്ടിൽ ഓരോ ടീമിനും എത്ര പോയിന്റുകൾ ലഭിച്ചുവെന്നും ആകെ ഇപ്പോൾ ഓരോ ടീമിനും എത്ര പോയിന്റുകൾ ഉണ്ട് എന്നും നമുക്കറിയാം. ജോസ്മിയിലേക്ക്. ജോസ്മി. ടീം മിഖായലിന് ലഭിച്ചിരിക്കുന്നത് 100 പോയിന്റ്സ്. ടീം റാഫേൽ 80 പോയിന്റ്സ്. ടീം ഗബ്രിയേൽ 105 പോയിന്റ്സ്. ടീം ഗബ്രിയേൽ 105 പോയിന്റുകളുമായി മുൻനിരയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ സപ്പോർട്ടേഴ്സ് റൗണ്ടിൽ അവർക്ക് കൂടുതൽ പോയിന്റുകൾ ലഭിച്ചു. അവർ ചോദിച്ച 2 ചോദ്യങ്ങൾക്കും സപ്പോർട്ടിംഗ് ടീം ഉത്തരം പറഞ്ഞില്ല. അങ്ങനെ 20 പോയിന്റുകൾ. അവരുടെ ടീമിനോട് ചോദിച്ച ചോദ്യത്തിന് അവർ ഉത്തരം പറഞ്ഞു. അങ്ങനെ കൂടുതൽ പോയിന്റുകളാണ് ഇപ്പോൾ സപ്പോർട്ടേഴ്സ് റൗണ്ടിൽ ടീം ഗബ്രിയേൽ ലഭിച്ചിരിക്കുന്നത്. അടുത്ത റൗണ്ട് മെഗാ ബോണസ് റൗണ്ടാണ്. മെഗാ ബോണസ് റൗണ്ടിൽ ഓരോ ടീമിനോടും 3 ചോദ്യങ്ങളാണ് ചോദിക്കുക. ഓരോ ചോദ്യത്തിനും വ്യത്യസ്തമായ മാർക്കുകളാണുള്ളത്. ആദ്യ ചോദ്യത്തിന് ശരി ഉത്തരം പറഞ്ഞാൽ 10 മാർക്ക്, രണ്ടാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം പറഞ്ഞാൽ 15 മാർക്ക്, മൂന്നാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം പറഞ്ഞാൽ 25 മാർക്കുകൾ. ഒന്നാമത്തെ ചോദ്യം അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഏത് ഭാഗത്തു നിന്നാണ് വരുന്നത് എന്ന് മുൻകൂട്ടി പറയും. ഓരോ ടീമിനോടും പറയും. ടീമിന് വേണമെങ്കിൽ ചോദ്യത്തിൽ നിന്ന് ട്വീറ്റ് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതാണ്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഈ റൗണ്ടിൽ പങ്കെടുത്താൽ മതി. ശരിയായ ഉത്തരത്തിന് 50 മാർക്കുകൾ വരെ നേടാം. അതോടൊപ്പം തന്നെ തെറ്റിപ്പോയാൽ തെറ്റുന്ന ചോദ്യങ്ങൾക്ക് എത്രയാണോ മാർക്ക് അത്രയും മാർക്കുകൾ കുറയ്ക്കുന്നതാണ്. മൈനസ് പോയിന്റ് ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് ടീമുകൾ ശ്രദ്ധിച്ച് ഉത്തരം പറയുവാനായിട്ട് ശ്രദ്ധിക്കുക. ആദ്യ ചോദ്യം ടീം റാഫേലിനോടാണ്. ബൈബിളിൽ നിന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നു, ക്വിറ്റ് ചെയ്യുന്നു? പ്രൊസീഡ് ചെയ്യുന്നു. ആദ്യത്തെ ചോദ്യം. യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്തു വന്ന് താണു വണങ്ങി പറഞ്ഞു. പറഞ്ഞതെന്ത്? ഓപ്ഷൻ ശ്രദ്ധിക്കുക. അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ കർത്താവ് എന്നെ ശുദ്ധനാക്കാൻ കഴിയും. കർത്താവെ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഏത് ഓപ്ഷനാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. ബി. ഓപ്ഷൻ ബി ശരിയായ ഉത്തരമാണ്. കർത്താവ് അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. നിങ്ങൾക്ക് 10 മാർക്കുകൾ ലഭിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യം വേണമോ വേണ്ടയോ? വേണം. നിങ്ങൾ പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു? തീരുമാനിച്ചു. ശരി, ചോദ്യം ശ്രദ്ധിക്കുക. മത്തായിയുടെ സുവിശേഷത്തെ 3 ഭാഗങ്ങളായി വിഭജിക്കാം. രണ്ടാം ഭാഗം ഉൾപ്പെടുന്നത് മത്തായി 4-ാം അധ്യായം 16 മുതൽ 16-ാം അധ്യായം 20 വരെ. ഓപ്ഷൻ ബി 4-ാം അധ്യായം 17 മുതൽ 16-ാം അധ്യായം 22 വരെ. ഓപ്ഷൻ സി 4-ാം അധ്യായം 17 മുതൽ 16-ാം അധ്യായം 20 വരെ. 15 മാർക്കിന്റെ ചോദ്യം. ഓപ്ഷൻ സി. ഓപ്ഷൻ സി ശരിയായ ഉത്തരമാണ്. ശരിയായ ഉത്തരമാണ്.
15 മാർക്ക് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം 25 മാർക്കിന്റെ ചോദ്യമാണ്. വേണോ വേണ്ടയോ? കിട്ടിയാൽ 25 മാർക്ക്, നഷ്ടമായാൽ 25 മാർക്കുകൾ നഷ്ടമാകും. വേണം. ചോദ്യം ഇതാ: പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുകയും മോശ കൽപ്പിച്ചിട്ടുള്ള കാഴ്ച ജനത്തിന്റെ സാക്ഷ്യത്തിനായി സമർപ്പിക്കുകയും ചെയ്യുക. ഇതിന് സമാനമായിട്ടുള്ള പഴയ നിയമ വചനഭാഗം ഏത്? ഇതിന് ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല. ലേവ്യരുടെ പുസ്തകം അധ്യായം വാക്യം 5-ാം അധ്യായം വാക്യം 2-ാം വാക്യം. ഉത്തരം തെറ്റാണ്. 14-ാം അധ്യായം 2-ാം വാക്യമാണ് ശരിയായ ഉത്തരം. 14-ാം അധ്യായം 2-ാം വാക്യം. ടീം റാഫേലിന് 25 മാർക്കുകൾ നഷ്ടമാകും. 25 മാർക്കുകൾ നിങ്ങൾ നേടി, 25 മാർക്കുകൾ നഷ്ടമാകുന്നു. അടുത്ത ചോദ്യം ടീം ഗബ്രിയേലിനോട്. മെഗാ ബോണസ് റൗണ്ടിലെ നിയമങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. 3 ചോദ്യങ്ങൾ. ആദ്യ ചോദ്യത്തിന് 10 മാർക്ക്, രണ്ടാമത്തെ ചോദ്യത്തിന് 15, 3 25. തെറ്റിപ്പോയാൽ സമാനമായിട്ടുള്ള തത്തുല്യമായ പോയിന്റുകൾ മൈനസ് ആയി പോകും, നഷ്ടമാകും. നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നു, ക്വിറ്റ് ചെയ്യുന്നു. പ്രൊസീഡ് ചെയ്യുന്നില്ല. ഇല്ല. യെസ്, ടീം ഗബ്രിയേൽ പ്രൊസീഡ് ചെയ്യാതെ ക്വിറ്റ് ചെയ്യുന്നു. അതിനവർക്ക് അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടാകാം. എന്താണെങ്കിലും ടീം ഗബ്രിയേൽ എടുത്ത തീരുമാനത്തോട് നമുക്കും യോജിച്ചേ പറ്റുകയുള്ളൂ. ടീം മിഖായിലേക്ക് വരുന്നു. ടീം മിഖായിൽ, വെളിപാട് പുസ്തകത്തിൽ നിന്നാണ് നിങ്ങളോടുള്ള ചോദ്യം. പ്രൊസീഡ് ചെയ്യുന്നു, ക്വിറ്റ് ചെയ്യുന്നു? പ്രൊസീഡ് ചെയ്യുന്നു. യെസ്. ഇതിനുശേഷം സ്വർഗത്തിൽ ഒരു തുറന്ന വാതിൽ ഞാൻ കണ്ടു. കാഹളധ്വനി പോലെ ഞാൻ ആദ്യം കേട്ട സ്വരം എന്നോട് പറഞ്ഞതെന്ത്? വെളിപാട് പുസ്തകം 4-ാം അധ്യായം 1-ാം തിരുവചനം. ഓപ്ഷൻസ്: ഇനിയും സംഭവിക്കേണ്ടവ നിനക്ക് ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് കയറി വരൂ, ഇനിയും സംഭവിക്കേണ്ടവ നിനക്ക് ഞാൻ കാണിച്ചു തരാം. ഓപ്ഷൻ സി: ഇങ്ങോട്ട് കയറി വരൂ, സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ നിനക്ക് ഞാൻ വിശദീകരിച്ചു തരാം. ശരിയായ ഓപ്ഷൻ പറയും. ഓപ്ഷൻ ബി ശരിയായ ഉത്തരമാണ്. നിങ്ങൾക്ക് 10 മാർക്കുകൾ ലഭിക്കും. രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് വീണ്ടും പ്രൊസീഡ് ചെയ്യുന്നു, ക്വിറ്റ് ചെയ്യുന്നു? യെസ്, നിങ്ങൾ ബുദ്ധിപരമായ തീരുമാനം എടുത്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ടീം മിഖായേൽ രണ്ടാമത്തെ ചോദ്യം ഫേസ് ചെയ്യാതെ ക്വിറ്റ് ചെയ്തിരിക്കുന്നു. റൗണ്ടുകൾ പൂർണ്ണമാകുന്നു. മെഗാ ബോണസ് റൗണ്ട് നേട്ടത്തിന്റെയും കോട്ടത്തിന്റെയും റൗണ്ടാണ്. ചില ടീമുകൾക്ക് പോയിന്റുകൾ നഷ്ടമായി, ചിലവർ നഷ്ടമാകാതിരിക്കാൻ തന്ത്രപൂർവ്വം പിന്മാറി, ചിലര് ആവശ്യത്തിന് പോയിന്റുകൾ നേടി പിന്മാറി. ഇന്നത്തെ ഈ റൗണ്ടുകൾ ഇവിടെ പൂർണ്ണമാകുമ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ ഏത് ടീമിനാണ് നേടിയതെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. ജോസ്മിയിലേക്ക്. 3-ാം റൗണ്ടിന്റെ ആദ്യ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുമ്പോൾ ഇന്നത്തെ ഈ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി 1-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് 110 പോയിന്റുമായി ടീം മിഖായേൽ. 2-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് 105 പോയിന്റുമായി ടീം ഗബ്രിയേൽ. ടീം റാഫേലിന് ലഭിച്ചിരിക്കുന്നത് 80 പോയിന്റ്. ടീം മിഖായേലും ടീം ഗബ്രിയേലും അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്തിരിക്കുന്നു. 3 റൗണ്ടുകൾ വിജയകരമായി പൂർത്തിയാക്കി 4-ാം റൗണ്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ആനിക്കാംപോയിൽ ഇടവകയിൽ നിന്നുള്ള ടീം മിഖായേലിനെയും ചക്കട്ടപ്പാറ ഇടവകയിൽ നിന്നുള്ള ടീം ഗബ്രിയേലിനെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ടീം റാഫേൽ വളരെ മനോഹരമായി പഠിച്ച് ഒരുങ്ങി വന്നു. ടീം റാഫേൽ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. നിങ്ങളെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. പക്ഷേ നമ്മുടെ ഈ ക്വിസ് മത്സരത്തിൽ നിയമം അനുസരിച്ച് 2 ടീമുകൾക്ക് മാത്രമേ അടുത്ത റൗണ്ടിലേക്ക് പ്രവേശനമുള്ളൂ. നിങ്ങളുടെ വചന പഠനം അവസാനിപ്പിക്കരുത്. വീണ്ടും തുടരണം. ഇനിയും മത്സരങ്ങളിൽ പങ്കെടുക്കണം. തീർച്ചയായും നിങ്ങളുടെ ഈ പോരാട്ടം, ഈ മത്സരത്തിലുള്ള പങ്കാളിത്തം നിങ്ങളുടെ ഇടവകയ്ക്കും
മാതൃസംഘ അംഗങ്ങൾക്ക് പ്രത്യേകമായും വലിയ ആവേശമായി തീരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ടീം റാഫേലിനെയും സപ്പോർട്ടിംഗ് ടീമിനെയും കരികണ്ടൻ പാറ ഇടവകയും എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ടീം റാഫേൽ ഈ മത്സരത്തിൽ നിന്ന് അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യുന്നില്ല എങ്കിൽ കൂടിയും അവരുടെ മത്സര വീര്യമൊന്നും ഒരിക്കലും കുറയുന്നില്ല. വീണ്ടും അവർ മത്സരിക്കും, വീണ്ടും അവർ വചനം പഠിക്കും. ടീം റാഫേലിന് ഷാലോം ടെലിവിഷൻ നൽകുന്ന ഒരു സമ്മാനമുണ്ട്. ആ സമ്മാനം ഏറ്റുവാങ്ങാനായി ടീം അംഗങ്ങളെ ക്ഷണിക്കുന്നു. ഷാലോം ടെലിവിഷൻ നൽകുന്ന പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും ലോകത്തിനു വേണ്ടിയുള്ള നമ്പർനാഥയുടെ കരുണയുടെ സന്ദേശമെന്ന അതിമനോഹരമായൊരു പുസ്തകവുമാണ് ടീം റാഫേലിന് സമ്മാനമായി നൽകുന്നത്. ടീം റാഫേലിൻ്റെ സപ്പോർട്ടിംഗ് ടീം അംഗങ്ങളും ടീം അംഗങ്ങളും ഇങ്ങോട്ട് കടന്നു വന്ന് സമ്മാനം ഏറ്റുവാങ്ങും. കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മക്കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുമ്പോൾ വചനം പഠിച്ചു, വചനം വായിച്ചു, വചനം പ്രഘോഷിച്ചു. യേശുവാകുന്ന വചനത്തെ പങ്കുവെച്ചതിലുള്ള സന്തോഷത്തോടെ ഇന്ന് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച പുതിയ ഒരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഏവർക്കും ഗുഡ് ബൈ.